അപ്പോൾ ഇന്ന് നമുക്ക് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. അമ്മയുടെ ഒരു ദിവസത്തെ ചിട്ടകൾ, ദിനചര്യകൾ എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോ. അപ്പോൾ നമ്മൾക്ക് ഏതായാലും വീഡിയോ ആരംഭിക്കായി. ഇപ്പോൾ രാവിലെ 5:30 മണിക്കാണ് ഞങ്ങൾ പതിവായിട്ട് എണീക്കൽ. ഇപ്പോൾ രാവിലെ തന്നെ പിന്നെ പല്ലേപ്പ് കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ തുടങ്ങായി നമ്മൾ. പിന്നെ പല്ലേക്കാൻ പൽപ്പൊടി, അത് പതിവായിട്ടുള്ള ശീലം തന്നെയാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ത്രിഫലാദി വെളിച്ചെണ്ണ, അത് കോട്ടക്കൽ ആര്യവൈദ്യശാലയിൽ നിന്ന് വാങ്ങുന്നതാണ്. അതുമാണ് അതുപോലെ പതിവായിട്ടുള്ളൊരു ശീലങ്ങളിൽ മറ്റൊന്ന്. ഇത് കഴിഞ്ഞ് ചൂടുവെള്ളത്തിലൊരു കുളി, അതാണ്. നമ്മളെ പൂച്ചക്കുട്ടി ഇവിടെ ഒക്കെ ഉണർന്നിങ്ങനെ എഴുതിയായിട്ട് ഇവിടെ ഇരിക്കുന്നുണ്ട്. പിന്നെ കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് പിന്നെ വിളക്ക് കൊളുത്തലും പിന്നെ കുറച്ച് വായന ഉണ്ട്, അതൊക്കെയാണ് പിന്നെ അടുത്തത്. നരസിംഹ ശ്രീമാൻ കേശവ പുരുഷോത്തമ സർവശർവ ശിവ സാണു പ്രഭാതീനതവ്യയ സംഭവാമോ പാവനോ ഭവസ്ഥ ഭവതാ ബഹുചര സ്വയംഭൂ ശംഭരാത്യ പുഷ്കരാക്ഷോ മഹാസന അനാദിധനോ ദാത വിധാത ധാതുരാതമ അപ്രമേയ കൃഷികേശ പത്മനാഭോ മനപ്രഭു വിശ്വകർമ്മ മനുശ്രാഷ്ട സവിഷ്ട സവിരോ ധ്രുവ അഗ്രഹ ശാശ്വത കൃഷ്ണ രോഗിതാട്ട പ്രവർത്തന കൃഷ്ണായ വാസുദേവായ ഹരയെ പരമാത്മനെ പ്രണത ക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. ഇന്നിപ്പോൾ ഏതായാലും രാവിലെ ദോശയാണ്. ദോശ പിന്നെ ചൂടൽ അമ്മ തന്നെയാണ്. മറ്റുള്ള പലഹാരങ്ങളൊക്കെ പിന്നെ ഞാനാണ് ഉണ്ടാക്കൽ. ഞങ്ങൾ രണ്ടുപേരല്ലേ ഉള്ളൂ ഇവിടെ. അപ്പോൾ ദോശ ചൂടൽ മാത്രം. അത് ഇന്നിപ്പോൾ ദോശ, പിന്നെ ചട്നിയാണ്. ഇപ്പോൾ ചട്നി അരക്കലൊക്കെ കഴിഞ്ഞു, ഞങ്ങൾ ചായ കുടിക്കായി. ഇന്ന് മോരൊക്കെ ഒഴിച്ച തേങ്ങാ ചട്നി. ഒരു 7:15 7:30 ആ ഒരു സമയത്തിൻ്റെ ഉള്ളിലായിട്ടാണ് രാവിലത്തെ ചായ പലഹാരം. ചായ കുടിയൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഒന്ന് കുറച്ച് സമയമൊക്കെ ഒരു റെസ്റ്റ് ഉണ്ട്. പിന്നെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്ത് അത് കഴിഞ്ഞിട്ട് പിന്നെ ഉച്ചയ്ക്കുള്ള കാര്യങ്ങൾക്കൊക്കെ നോക്കാനുള്ളൂ. ഞങ്ങൾക്ക് പിന്നെ ചില 12 മണിക്കാണ് ഊണ് കഴിക്കൽ. അപ്പോൾ അതിൻ്റെ മുമ്പേ 10 മണിയൊക്കെ 10:10:30 ആകുമ്പോഴേക്ക് അങ്ങനെയൊക്കെ ആവും ഉച്ചഭക്ഷണത്തിനുള്ള വിഭവങ്ങളൊക്കെ ഉണ്ടാക്കൽ. അങ്ങനെയാണ്. അതുപോലെ ചോറിൻ്റെ കാര്യങ്ങൾ, ചോറ് വെച്ച് അത് വാർത്ത് വെക്കണതും അമ്മേൻ്റെ ഡ്യൂട്ടിയാണ്. പിന്നെ കറികൾ കാര്യങ്ങളൊക്കെ പിന്നെ ഞാനാണ് ഉണ്ടാക്കുക. ഇന്നിപ്പോൾ ഞങ്ങൾ ഒരു സാമ്പാറാണ് ഇപ്പോൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ സാമ്പാറിനുള്ള കഷ്ണങ്ങളും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. പിന്നെ ഒരു മാങ്ങാപ്പരിക്കുണ്ട്, അതിനുള്ള മാങ്ങയുണ്ട് ഇവിടെ, പച്ചമാങ്ങ. പിന്നെ ഇപ്പോൾ ഒരു 10 മണിയൊക്കെ ആവുമ്പോൾ
ഏകദേശം 10 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ ഒരു നാരങ്ങ വെള്ളമാണ്. നല്ല ചൂടൊക്കെ ഉള്ള സമയമല്ല. അപ്പോൾ പിന്നെ നാരങ്ങ വെള്ളം അല്ലെങ്കിൽ പത്തൊക്കെ കൊണ്ടുള്ള എന്തെങ്കിലും, അതായത് നമ്മൾ തണ്ണിമത്തൻ അതിൻ്റെ ജ്യൂസോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ജ്യൂസ് അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഈ ഒരു സമയത്ത്. അല്ലെങ്കിൽ പിന്നെ എന്താ വെച്ചാൽ കോഴിമുട്ട പുഴുങ്ങിയതുണ്ടാവും ഒരു 10 മണി നേരത്ത്. ഇന്നിപ്പോൾ ഏതായാലും നാരങ്ങ വെള്ളവും ഉണ്ട്. പിന്നെ അമ്മയ്ക്ക് വളരെ ഇഷ്ടപ്പെട്ടാണ് ഈത്തപ്പഴം. ഈത്തപ്പഴം ഒക്കെ ഒന്ന് കഴുകി കുരുവ് കളഞ്ഞു കൊടുത്തു 2 എണ്ണം. അത് വളരെ ഇഷ്ടപ്പെട്ടതാണ്. നാരങ്ങ വെള്ളവും അങ്ങനെ തന്നെയാണ്. നമ്മൾ പൂച്ചക്കുട്ടി ഇപ്പോൾ ഈ ഒരു ഇവിടെ തന്നെ ഫുൾ ടൈം ഇവിടെ തന്നെയാണ്. ഏത് നേരം ഉറക്കം തന്നെയാണ്. അത് കഴിഞ്ഞ് പിന്നെ ഒരു 11 മണിയൊക്കെ ആകുമ്പോൾ വായന ഉണ്ട്. അപ്പോൾ 12 മണി വരെയൊക്കെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഇങ്ങനെ വായിച്ചിരിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ 12 മണിക്ക് ഊണ്. ഇന്നിപ്പോൾ സാമ്പാർ, നാടൻ മോരൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയാണ്. അതും കൃത്യസമയത്ത് തന്നെയാണ്. അത് കഴിഞ്ഞാൽ പിന്നെ 12 മണിക്ക് ഊണഴിക്കലൊക്കെ കഴിഞ്ഞ് കുറച്ച് ഇരുന്ന് ശേഷം ഒരു മയക്കമുണ്ട്. ഉറക്കമല്ല, ഒരു മയക്കം. പിന്നെ അപ്പോൾ അതാണ്. അത് ഈ ശീലങ്ങളൊക്കെ പതിവ് തന്നെയാണ്. അതിലിപ്പോൾ അങ്ങനെ മാറ്റങ്ങളൊന്നുമില്ല. ഒരു നിവൃത്തിയില്ലെങ്കിൽ മാത്രമേ അതിൽ എന്തെങ്കിലുമൊക്കെ വ്യത്യാസങ്ങൾ വരുള്ളൂ. സമയം അതായത് ആ ഒരു കൃത്യനിഷ്ഠ ഉണ്ട്. അപ്പോൾ ഒരു 2:30 ഒക്കെ കഴിഞ്ഞ് 2:45 ആയി. അപ്പോൾ ആ ഒരു സമയം ആകുമ്പോഴേക്ക് എണീക്കും. ഒരു 12:30 മുതൽക്ക് 2:30 വരെ ഏറെക്കുറെ ഒരു മയക്കാണ്. അത് കഴിഞ്ഞ് ഇങ്ങനെ കുറച്ചൊന്ന് കിടന്ന് 3 മണിയൊക്കെ ആകുമ്പോഴേക്ക് എണീക്കും. എണീറ്റാൽ പിന്നെ എന്തെങ്കിലും ഒന്ന്, ചിലപ്പോൾ ചായയാവും അല്ലെങ്കിൽ കാപ്പിയാവും. അപ്പോൾ ഇന്നിപ്പോൾ അവിൽ മിൽക്കാണ്. ഇപ്പോൾ ചൂട് ഒക്കെ സമയമൊക്കെ ആയതുകൊണ്ട് ഞങ്ങളൊരു അവിൽ മിൽക്ക് ആക്കാമെന്ന് വിചാരിച്ചു. പഴവും പാലും പൊരിയവിലൊക്കെ ചേർത്തത്. അതല്ലെങ്കിൽ പിന്നെ കപ്പ, അവിൽ കുഴച്ചത്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അതൊക്കെ ഒന്ന് കഴിഞ്ഞാൽ പിന്നെ ചെറുതായിട്ടൊന്ന് ഒരു അടിച്ചുവാരൽ. കാര്യമായിട്ടുള്ള ആ ഒരു അടിച്ചുവാരി തുടക്കൽ, വൃത്തിയാക്കൽ ഒക്കെ എല്ലാം ചേർത്ത് പിന്നെ ഞാൻ ചെയ്യും. പിന്നെ അല്ലാതെ ഉള്ളൊരു ആ പൊടിയൊക്കെ ഒന്ന് അടിച്ചുവാരൽ, അതാണ് പിന്നെ. ഇനിയിപ്പോൾ അതൊക്കെ കഴിഞ്ഞ് മേലെഴുകലൊക്കെ കഴിഞ്ഞ് പിന്നെ വിളക്ക് കൊളുത്താനൊക്കെ ആയി കുറച്ച് കഴിയുമ്പോഴേക്ക്. അപ്പം അതിൻ്റെ മുന്നേ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് വെക്കുകയാണ്.
പിന്നെ എന്ന് വെച്ചാൽ അത് കഴിഞ്ഞ ശേഷം ഒന്ന് പുറത്ത് കുറച്ച് നേരം പുറത്തൊക്കെ ഒന്ന് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യാണ്ടെങ്കിൽ അത് ചെയ്യലുണ്ട്. പിന്നെ ഇപ്പം ഇന്ന് വൈകുന്നേരം 6 മണിക്ക് ശേഷം വീട്ടിൽ വിളക്കെടുത്തലൊക്കെ കഴിഞ്ഞ ശേഷം ഞങ്ങൾ തൊട്ടടുത്ത്, അധികം ദൂരമല്ല, ഇപ്പോൾ അടുത്ത് തന്നെ ഉണ്ട് അമ്പലം, മഞ്ചേരി 22-ാം മൈൽസിലുള്ള, അതായത് കുറച്ച് ഉള്ളോട്ട് പോയാൽ മതി, ശ്രീ കരിയാമ്പറമ്പത്ത് ശിവക്ഷേത്രം. അപ്പോൾ അവിടെ ഇന്ന് ഇപ്പോൾ സന്ധ്യയ്ക്ക് തൊഴാൻ വന്നതാണ്.
7:30 മണിയായി രാത്രി. ഇന്ന് രാത്രി ഭക്ഷണം അതും ഒരു 7:30 മണി, 7:15, 7:30 ആ ഒരു സമയത്തിൻ്റെ ഉള്ളിലായിട്ട് കഞ്ഞിയാണ് അമ്മയ്ക്ക്. പിന്നെ അതാണ്, പിന്നെ അത് ഒക്കെ കഴിഞ്ഞ് ടി വി കാണല്. ഇതും ഒരു പതിവ്, അതായത് തെറ്റിക്കാത്ത ശീലങ്ങളാണ്. എന്താ വെച്ചാൽ ഒരു 7 മണി മുതൽക്ക് തന്നെ തുടങ്ങും. അപ്പോൾ ഒരു 7 മണി മുതൽക്ക് പിന്നെ ഒരു 9:30 വരെ സീരിയൽ കാണലുണ്ട്, അതായത് ടെലിവിഷൻ സീരിയൽ കാണല്. അതൊക്കെ വളരെ കാലങ്ങളായിട്ടുള്ള ശീലങ്ങളാണ്, ഒരു മാറ്റമില്ലാത്ത. അപ്പം അങ്ങനെ നേരം രാത്രി ആയി, കിടക്കാനുള്ള സമയം ഏറെക്കുറെ ആയി. 9:30 മണിയായി. 9:30 മണിക്കാണ് രാത്രിയിലെ കിടത്തം. 5:30 മണിക്ക് എണീക്കും രാവിലെ, രാത്രി 9:30 മണിക്കുള്ള കിടത്തും. അപ്പം അങ്ങനെ ഇന്ന് ഇപ്പോൾ രാവിലെ മുതൽക്ക് രാത്രി വരെയുള്ള ആ ഒരു അമ്മേൻ്റെ ഒരു ദിവസത്തെ 85-ാം വയസ്സിൽ ഉള്ള ആ ഒരു ശീലങ്ങൾ, അതാണിപ്പം നമ്മളെ പ്രേക്ഷകർക്ക് വേണ്ടി ഇന്നത്തെ സ്പെഷ്യൽ വീഡിയോ. അപ്പോൾ എന്താ വെച്ചാൽ നമ്മളെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കായി. അപ്പോൾ നമുക്ക് അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ കാണാം.